വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആനന്ദ് ശ്രീ ബാല സിനിമ കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിലേക്ക് കടക്കുകയാണ്. ഈ സിനിമയുടെ കഥ എഴുതിയിരിക്കുന്നത് അഭിലാഷ് പിള്ളയാണ്. അപ്പോൾ ഇതൊരു ക്രൈം ത്രില്ലർ മൂവിയാണ്. ക്രൈം ത്രില്ലർ മൂവി എന്ന് പറഞ്ഞാൽ ഇതിൽ വല്ലാത്ത ചോരക്കളി, ഭയങ്കര ആക്ഷൻ കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുന്ന ക്രൈം ത്രില്ലർ അല്ല, മറിച്ച് ഒരു ശാന്തമായ രീതിയിൽ മൂവ് ആകുന്ന ഒരു കഥയായിട്ടാണ് ഇത് അഭിലാഷ് പിള്ള എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ ഈ സിനിമ ഡയറക്ഷനും ചെയ്യണം. അത് വിഷ്ണുവിനെ ആ രീതിയിൽ നിർവഹിച്ചിട്ടുണ്ട് ഡയറക്ടർ. പിന്നെ അതേ രീതിയിൽ തന്നെയാണ് ഇതിലെ ക്യാരക്ടറുകളും അഭിനയിക്കേണ്ടതല്ലോ. അപ്പോൾ ഇതിൻ്റെ കുറ്റാന്വേഷകനായിട്ട് ഹരിശ്രീ അശോകൻ സാറിൻ്റെ മകൻ അർജുൻ അശോകൻ ചെയ്തിട്ടുണ്ട്. അതേ എക്സ്പ്രഷൻ, ശാന്തമായ മുഖത്തോടെ ശാന്തമായ രീതിയിലാണ് ആ ക്യാരക്ടർ ഈ കുറ്റാന്വേഷണം നടത്തുന്നത്. അത് നല്ല രീതിയിൽ അർജുൻ അശോകൻ ചെയ്തിട്ടുണ്ട്. പിന്നെ മറ്റൊരു ക്യാരക്ടർ സംഗീതയാണ്. സംഗീതയെ ഞാൻ കുറേ ആയിട്ട് സിനിമയിൽ കണ്ടിട്ടില്ല. അവരിപ്പോൾ കാണുമ്പോൾ നേരത്തെ ഉള്ളതിനേക്കാൾ കുറച്ച് മുഖമൊക്കെ തടി വെച്ചിട്ട് ആളെ കുറച്ച് മനസ്സിലാകാത്ത പോലെയുണ്ട്. ആളെ മനസ്സിലാകാഞ്ഞിട്ടല്ല, കണ്ട വേറൊരാളെ പോലെ തോന്നിക്കുന്നു. കാരണം അവർ വളരെ ചെറുപ്പത്തിലാണ് ഹീറോയിനായിട്ട് അഭിനയിച്ചിരുന്നത്. അപ്പോൾ ആ ഒരു മുഖമൊക്കെ മാറി ഇപ്പോൾ കുറച്ച് തടിയൊക്കെ വെച്ചിട്ട് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചിന്താവിഷ്ടയായ ശ്യാമള, അതുപോലെ മലയാളത്തിൽ ശ്രീനിവാസൻ സാറുടെ ഭാര്യയായിട്ട് അതിൽ അഭിനയിച്ചിട്ടുണ്ടോ. അത് നല്ല ക്യാരക്ടറായിരുന്നു, നല്ല രീതിയിൽ ഓടിയ സിനിമയാണ്. അതേപോലെ പൂവേ ഒനക്കാകെ വിജയുടെ ഒപ്പം ഹീറോയിനായിട്ട് നല്ല ക്യാരക്ടറാണ്, നന്നായി ചെയ്തിട്ടുണ്ട്. അവർ ഇതിന് മുമ്പ് അഭിനയിച്ച ക്യാരക്ടറുകളിലൊക്കെ നല്ല ക്യാരക്ടറുകൾ തിരഞ്ഞെടുത്ത് നല്ല രീതിയിൽ അഭിനയിച്ചവരാണ്. അതേപോലെ തന്നെയാണ് ഈ സിനിമയിൽ അവർക്ക് അമ്മയുടെ റോളാണ്, ഹീറോയിൻ റോള് പോയി അമ്മയുടെ റോളിലാണ് ഈ സിനിമയിൽ വന്നിരിക്കുന്നത്. അമ്മ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ അമ്മയായിട്ടല്ല, ഇതിലൊരു വ്യത്യസ്ത രീതിയിലുള്ള അമ്മ കഥാപാത്രമാണ്. അത് ഈ കുറ്റാന്വേഷകനായ അർജുൻ അശോകന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ളൊരു അമ്മ കഥാപാത്രമാണ്. അത് അവർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് എന്താണ് വ്യത്യസ്ത രീതിയെന്ന് നിങ്ങൾ സിനിമ കണ്ട് മനസ്സിലാക്കിക്കോളൂ കേട്ടോ. അതെന്താണെന്ന് പറയാൻ പറ്റില്ല, സസ്പെൻസാണ്. അത് നല്ല ആ ക്യാരക്ടർ എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ അവർ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ക്യാരക്ടർ സൈജു കുറുപ്പിനാണ്, പോലീസ് ഓഫീസറായിട്ട്. അങ്ങേർക്ക് ഇതിൽ ഒരു പരുക്കനായിട്ടും അതേസമയം പോസിറ്റീവായിട്ടുമുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യാനുള്ളത്. സൈജു കുറുപ്പിനെ കുറിച്ച് പിന്നെ പറയണ്ടല്ലോ, നല്ലൊരു നടനാണ് അദ്ദേഹം. അത് രണ്ട് രീതിയിലും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അവസാനമാകുമ്പോഴേക്കും അങ്ങേരുടെ ക്യാരക്ടർ ടോപ്പിലെത്തി നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് അർജുൻ അശോകൻ്റെ. രണ്ടു പേർക്കും ഒരു മത്സര രീതിയിലുള്ള ഒരു മൂവ്മെൻ്റാണ് ഈ സിനിമയിലുള്ളത്. അത് രണ്ടുപേരും തന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സിദ്ദീഖ് സാർ ഉണ്ട്. അദ്ദേഹത്തിന് പോലീസ് ഓഫീസർ റോളാണ്, പക്ഷേ അദ്ദേഹത്തിന് കൂടുതലൊന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ഹെൽത്തി ക്യാരക്ടറിലാണ് അദ്ദേഹം വരുന്നത്. അപ്പോൾ അവസാനം വരെയുണ്ട്. അപ്പോൾ സിദ്ദീഖ് സാറിൻ്റെ സാധാരണ രീതിയിലുള്ള ഒരു അഭിനയം, വല്ലാത്ത ഓവർ എക്സ്പ്രഷൻ അങ്ങനെയൊന്നുമില്ല, ഒരു സാധാരണ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു ശാന്തമായ രീതിയിൽ പോകുന്ന, പക്ഷേ അതേസമയം നല്ലൊരു ക്രൈം ത്രില്ലർ ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആദ്യ ഭാഗങ്ങളിലൊക്കെ ഈ രീതിയിലാണ് പോകുന്നതെങ്കിലും അവസാനം ആകുമ്പോഴേക്ക് ഇതിൻ്റെ വലിയ ദുരൂഹതയുടെ ചുരുളുകൾ അഴിയുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ആ പൂർണ്ണതയിൽ എത്താൻ പറ്റുന്നുണ്ട്. ആദ്യം ഇതെന്താ ഇങ്ങനെ പോകുന്നത് എന്ന് നമുക്ക് തോന്നുമെങ്കിലും മൂവ്മെൻ്റ് ഒന്നും കുഴപ്പമില്ല, വലിയ ലാഗോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. നല്ലൊരു ക്രൈം ത്രില്ലർ മൂവിയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ക്രൈം ത്രില്ലർ മൂവികൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഈ സിനിമ ഇഷ്ടപ്പെടും. പിന്നെ അജു വർഗീസ്, ധ്യാൻ ശ്രീനിവാസൻ, അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഇതിലുണ്ട് കേട്ടോ. അവർക്കൊക്കെ കുറച്ച് സമയമാണ് റോളുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ അത് അവരുടേതായ രീതിയിൽ, ഇപ്പോൾ അജു വർഗീസിനൊക്കെ ശരിക്ക് എപ്പോഴും കോമഡി പോലെയാണ് അദ്ദേഹം വരിക. ഇതിൽ കുറച്ച് കോമഡി ആണെങ്കിൽ ആൾക്ക് വളരെ സീരിയസ് ആയ ഒരു ക്യാരക്ടറാണ്. അതും കുറച്ച് സമയത്തേക്കേ ഉള്ളൂ. അത് അങ്ങേരുടേതായ രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മരണപ്പെടുന്ന ക്യാരക്ടറിൻ്റെ ആ ലേഡി കഥാപാത്രത്തിൻ്റെ അച്ഛനും അമ്മയുമായിട്ട് അഭിനയിച്ചിരിക്കുന്നവർ, അതിൽ പിതാവിൻ്റെ റോള് ചെയ്തിരിക്കുന്നവർ നന്നായിട്ട് തന്നെ അങ്ങേരുടെ എക്സ്പ്രഷനൊക്കെ കാണിച്ചിട്ടുണ്ട്. അതായത് തൻ്റെ മകള് മരണപ്പെടുമ്പോൾ എങ്ങനെയാണ് ആ പിതാവ് കരയുന്നത്, എങ്ങനെയാണ് എക്സ്പ്രഷൻ കാണിക്കുന്നത്, അതൊക്കെ ഒരു പാവം പിടിച്ച പോലത്തെ ഒരു അച്ഛനായിട്ട് അദ്ദേഹം നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അമ്മ ക്യാരക്ടറിൽ ചെയ്തിരിക്കുന്ന ആ കഥാപാത്രവും നല്ല രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഭയങ്കര ആക്ഷൻ രംഗങ്ങൾ, അതുപോലെ ചോരക്കളി അങ്ങനത്തെ വിഷയങ്ങളൊന്നും തന്നെ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ഇതിൻ്റെ കഥ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്.
അപ്പോൾ അതേ രീതിയിൽ അവർ അവസാനം വരെ കൊണ്ടുപോയിരിക്കുകയാണ്. അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ക്രൈം ത്രില്ലർ മൂവികൾ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ സിനിമ ഇഷ്ടപ്പെടും. പിന്നെ അസീസ് നെടുമങ്ങാട് ഈ സിനിമയിലുണ്ട്. അങ്ങേർക്കും കുറച്ച് നേരെ വന്നു പോകുന്നുള്ളൂ. അപ്പോൾ അങ്ങേർക്ക് കുറച്ച് സീരിയസ് ക്യാരക്ടറാണ് കേട്ടോ. അപ്പോൾ അത് കുഴപ്പമില്ലാതെ കക്ഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആനന്ദ് ശ്രീ ബാല കണ്ടിരിക്കാം, കുഴപ്പമില്ല. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.